മറ്റൊരാൾ നിന്നോട് ചെയ്ത അധർമ്മങ്ങളെ ഓർത്ത് നീ ദുഃഖിച്ചിരിക്കുകയോ അല്ലെങ്കിൽ പകപോക്കലിന്റെ കണക്കുകൂട്ടലുകളുമായി നിലനിൽക്കുകയോ ചെയ്യുന്നതിന് മുമ്പായി ഇത്രയും കാലം അയാളിൽ നിന്നും നീ എന്ത് നേടിയെന്നും നിന്നിൽ നിന്നും അയാൾക്ക് എന്താണ് പ്രാപ്തമായതെന്നും വിശകലനം നടത്തുക. സ്നേഹവിശ്വാസത്തിന്റെ അന്ധതയിൽ നീ ആയിരിക്കും അയാൾക്കായി അധ്വാനിച്ചിട്ടുള്ളത്. നിനക്ക് അനുകൂലമായി നിന്ന് നിന്റെ അധ്വാനത്തിന്റെ ഫലം ചൂഷണം ചെയ്യുകയെന്ന തന്ത്രത്തിലായിരിക്കും അയാൾ ഇത്രയും കാലം നിനക്കൊപ്പം നിന്നിട്ടുണ്ടാവുക. നിന്റെ അധ്വാനമോ നിലനിർത്തലിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ സ്നേഹത്തിന്റെ ലാഞ്ചന അയാളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അയാൾക്ക് നീ വെറുമൊരു ഫലവൃക്ഷം മാത്രമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നീ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ആ ഫലവൃക്ഷത്തിന്റെ അഭാവം അയാൾക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും തിരിച്ചറിയാത്തത് നിനക്ക് മാത്രമാണ്. ദുഃഖങ്ങളുടെ തീക്ഷണ വലയത്തിൽ നിന്നും പുറത്തിറങ്ങി നിന്റെ സ്നേഹത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള അയാളുടെ പ്രവൃത്തികൾ ഓർത്തു നോക്കുക. ബന്ധങ്ങളുടെ തുടക്കകാലത്ത് നിന്റെ വിശ്വാസം നേടിയെടുക്കുവാനുള്ള അനുകൂല ഭാവങ്ങളുമായി അയാൾ നിന്നിട്ടുള്ളതല്ലാതെ ഒരിക്കൽ പോലും നിനക്ക് വേണ്ടി അയാൾ ഒന്നിനും കൂടെ നിന്നിട്ടുണ്ടാവില്ല. കൂടാതെ നീയുമായി ബന്ധപ്പെട്ട് നിനക്ക് ചുറ്റിലുള്ള എല്ലാവർക്കും അയാൾ സുപരിചിതനായിരിക്കും. എന്നാൽ അയാൾക്ക് ചുറ്റിലുമുള്ളവർക്ക് നീ അപരിചിതത്വമുള്ള വ്യക്തിയായിരിക്കും. സ്നേഹത്തിന്റെ അന്ധതയിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് നീ അയാൾക്കായി നിന്നപ്പോൾ നിന്റെ വിശ്വാസ്യതയെയും അർപ്പണ മനോഭാവത്തിനെയും ചൂഷണ ഉപാധിയാക്കി മാറ്റുകയായിരുന്നു അയാൾ ചെയ്തത്. അയാളുടെ അതിമോഹങ്ങളും അത്യാഗ്രഹവുമാണ് നിനക്ക് ചോദ്യം ചെയ്യാനുള്ള പ്രതികരണ സാഹചര്യങ്ങളിലേക്ക് വഴിയൊരുക്കിയത്. എന്നാൽ വഞ്ചന സംഭവിച്ച മാനസിക വ്യഥയോടെ നീ ഉന്നയിച്ച ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും പ്രതികരണവും അയാളിൽ പ്രതികാര മനോഭാവമുണ്ടാക്കുകയും സ്വന്തം ദുഷ്കർമ്മങ്ങൾക്ക് മറ തീർത്തുകൊണ്ട് എല്ലാവർക്കും മുമ്പിൽ നിന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് കാണിക്കുകയും പരിഹാസപാത്രമാക്കി അവഗണിക്കുകയും ചെയ്തപ്പോൾ വലിയ നഷ്ടമെന്ന് ധരിച്ച് യാചകവേഷത്തിലും നീ നിന്നിട്ടുണ്ടാകും. എന്നാൽ സ്നേഹത്തിന്റെ അന്ധതയിൽ സ്വയം കുറ്റമേറ്റുകൊണ്ട് നീ നടത്തിയ യാചനയിലും അയാൾ ആനന്ദിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ നീ അറിഞ്ഞതിനേക്കാൾ നിനക്കറിയാത്ത പല കാര്യങ്ങളും അറിയാവുന്ന ഒരാളായ ഞാൻ അയാൾക്കുള്ളിൽ ഉണ്ടെന്ന കാര്യം വിസ്മരിച്ചു പോയി. നീ ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. പലവിധമായ കാരണങ്ങളാൽ അയാൾ പറഞ്ഞു നിന്ന അതേ നുണകളിലൂടെ സ്വയം പ്രതിരോധത്തിലാകുന്ന നാളുകളാണ് ഇനിയുള്ളത്. സത്യസന്ധതയോടെ നിന്ന നിന്റെ സങ്കടങ്ങൾക്ക് വിരാമമുണ്ടാകും. അതിനുള്ള മാർഗങ്ങളും നിന്നിലേക്ക് എത്തിച്ചേരും. മനസ്സിനെ ശാന്തമാക്കി സമാധാനത്തോടെ കഴിയുക. നേർവഴി തെളിച്ചുകൊണ്ട് ഞാൻ നിനക്ക് മുമ്പിൽ തന്നെ ഉണ്ടാകും. എന്നാൽ കണക്കുകൾ ഓരോന്നായി തീർക്കാൻ നിന്നെ ദുഃഖത്തിലാഴ്ത്തിയവരുടെ പിന്നിലും ഞാൻ ഉണ്ടാകും. നിന്റെ മനഃശാന്തിക്കായി കണ്ണുകളടച്ച് 11 തവണ ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ ജപിക്കുക. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നമഃ ശിവായ എന്നും പുറത്തേക്ക് വിടുമ്പോൾ ഓം എന്നും പറയുക. നിന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും.